ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഇവിടെ പറയാനായിട്ട് പോകുന്നത് നമുക്ക് സ്ഥിരമായിട്ടുണ്ടായിരിക്കുന്ന തൊണ്ടവേദനയും അതുപോലെ തന്നെ ഒച്ചയടപ്പും മാറാനായിട്ടുള്ള ഒരു നല്ല ടിപ്സാണ്. ഞാനിതിൽ 2 ടിപ്പ് കാണിക്കുന്നുണ്ട്. പ്രവാസി സുഹൃത്തുക്കൾക്കും ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു ഗ്ലാസ്, അത്യാവശ്യം വലുപ്പമുള്ള ഒരു ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ആദ്യം ചേർത്ത് കൊടുക്കുന്നത് പനിക്കൂർക്കയുടെ ഇലയാണ്. അല്ലെന്നുണ്ടെങ്കിൽ കഞ്ഞിക്കൂർക്ക എന്നൊക്കെ ചില സ്ഥലങ്ങളിൽ പറയാറുണ്ട്. പനിക്കൂർക്ക ഇല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിതിന് പകരമായിട്ട് പുതിനയില നമുക്ക് ചേർക്കാവുന്നതാണ്. പുതിനയില ചേർക്കുമ്പോൾ ഒരു 3-4 എണ്ണം ചേർക്കണം. പനിക്കൂർക്കയില ചേർക്കുമ്പോൾ ഒരെണ്ണം മാത്രം മതിയാകും. ഇനി നമുക്ക് വേണ്ടത് ഇഞ്ചിയാണ്. അത്യാവശ്യം വലുപ്പമുള്ള ഒരു കഷ്ണം ഇഞ്ചി കൂടി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുക. തൊണ്ടവേദനയും അതുപോലെ തന്നെ ഒച്ചയടപ്പും പെട്ടെന്ന് മാറിക്കിട്ടാനായിട്ടുള്ള ഒരു നല്ല ടിപ്പാണ്. ഇനി വേണ്ടത് കറുകപ്പട്ടയുടെ ഒരു ചെറിയ കഷ്ണമാണ്. ഈ കറുകപ്പട്ട എൻ്റെ വീട്ടിലുള്ള മരത്തിൽ നിന്ന് തന്നെ ഞാൻ ചെത്തിയെടുത്തിട്ടുള്ളതാണ്. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ പിന്നീട് ഇടുന്നതായിരിക്കും. അപ്പോൾ കടയിൽ നിന്ന് വാങ്ങുന്നതാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു കഷ്ണം ഇതുപോലെ തന്നെ നമ്മൾ ഇട്ട് കൊടുക്കുക. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഇനി നമുക്ക് വേണ്ടത് നാരങ്ങയാണ്. അത്യാവശ്യം വലുപ്പമുള്ള ഒരു നാരങ്ങ എടുക്കുക. ഇപ്പം ഞാനിപ്പോൾ ഇവിടെ വലിയൊരു നാരങ്ങയാണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പകുതി മാത്രമേ ഞാനിതിൽ ചേർക്കുന്നുള്ളൂ. ഇതിൻ്റെ നീര് ചേർക്കുന്നുള്ളൂ. ഒരു 3 ടേബിൾ സ്പൂൺ ഉണ്ടാകും. അതുകൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിനെ നല്ലതുപോലെ ചൂടാക്കിയെടുക്കണം. നമുക്കിനി ഒരു ഇൻഗ്രീഡിയൻറ്റ് നമുക്ക് ചേർക്കാനായിട്ടുണ്ട്. പനിക്കൂർക്കയില കിട്ടാത്തവർ ഞാൻ ആദ്യം പറഞ്ഞിട്ട് തന്നെ പുതിനയില മാത്രം ചേർത്താൽ മതി, നല്ലതാണ്. ഇനി വേണ്ടത് ഒരു നുള്ള ഉപ്പാണ്. ഈ ഉപ്പ് കൂടി ഇട്ടതിന് ശേഷം ഇതൊന്നുകൂടി ഒന്ന് നല്ലതുപോലെ ഒന്ന് ബോയിൽ ചെയ്തെടുക്കുക. അതിനുശേഷം തൊണ്ടവേദന വരുന്നതായിട്ടുള്ള സമയത്ത് നമുക്കിത് കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ, അരിച്ചെടുത്തിട്ട് നമ്മളിത് കുടിക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും. കുടിക്കുന്നതായിട്ടുള്ള സമയത്ത് പെട്ടെന്ന് കുടിക്കരുത്. നമ്മൾ വായിൽ നിർത്തിക്കൊണ്ട് വേണം നമ്മളിത് കുടിക്കാനായിട്ട്. ഇപ്പോൾ ഇത് ചില ആളുകളിൽ ഒരു നേരം കുടിക്കുമ്പോൾ തന്നെ നല്ല മാറ്റം ഉണ്ടാകാറുണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ ഒരു ദിവസത്തിൽ ഒരു 3 പ്രാവശ്യമായിട്ട് നമ്മളിത് കുടിക്കുക. ഇത് ഒറ്റ പ്രാവശ്യം കഴിക്കാനായിട്ടുള്ള മരുന്നാണ്. 3 പ്രാവശ്യം ഇതുപോലെ തയ്യാറാക്കി കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തൊണ്ടവേദനയും ഒച്ചയടപ്പും മാറ്റാനായിട്ട് നമുക്ക് സാധിക്കുന്നതാണ്. ഇനി നമുക്ക് രണ്ടാമത്തെ ടിപ്സാണ്. ഇതിനു വേണ്ടി നമുക്ക് വേണ്ടത് ഒരു പിടി തുളസിയിലയും അതുപോലെ തന്നെ അതിൻ്റെ തണ്ടുമാണ് വേണ്ടത്. അത് ഏത് തുളസിയില വേണമെന്നുണ്ടെങ്കിലും എടുക്കാം. എടുത്തതിന് ശേഷം നമുക്ക് നല്ലതുപോലെ മിക്സിയിൽ ഒരല്പം വെള്ളം തൊട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കണം. ഇപ്പം ഞാനിപ്പോൾ ഇത് നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ നമ്മൾ അരച്ചെടുക്കും. ഏകദേശം ഒരു 2 സ്പൂണൊക്കെ കാണുകയുള്ളൂ. അത്രയും മാത്രം മതിയാവും. അപ്പോൾ ഇതിലേക്ക് നമ്മളിനി ചേർത്ത് കൊടുക്കാനായിട്ട് പോകുന്നത് ശുദ്ധമായിട്ടുള്ള തേനാണ്. തേന് ഏത് വേണമെന്നുണ്ടെങ്കിലും ചേർക്കാം. വലിയ തേനോ ചെറിയ തേനോ നമുക്ക് ചേർക്കാം. അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനിയും നമുക്കിതിലേക്ക് മഞ്ഞപ്പൊടിയാണ് ചേർക്കാനായിട്ടുള്ളത്. ഒരല്പം മഞ്ഞപ്പൊടി കൂടി നമ്മളിതിലേക്ക് ചേർക്കാം. മഞ്ഞപ്പൊടിക്ക് ഒരു ചെറിയ കമർപ്പുണ്ടാകും. പക്ഷേ ഇതൊരു പ്രാവശ്യം കുടിക്കുമ്പോൾ തന്നെ വളരെ പെട്ടെന്ന് തന്നെ തൊണ്ടവേദനയും ഒച്ചയടപ്പും നമുക്ക് മാറ്റാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഒച്ചയടപ്പ് മാറ്റാനായിട്ട് മറ്റൊരു ടിപ്പ് കൂടിയുണ്ട്. മുരിങ്ങയില എടുക്കുക. ഒരു പിടി മുരിങ്ങയില എടുത്ത് നമ്മൾ വെള്ളത്തിലിട്ട് നല്ലതുപോലെ, ഒരു ഗ്ലാസ് വെള്ളത്തിലിട്ട് നല്ലതുപോലെ തിളപ്പിച്ചെടുക്കുക. തിളപ്പിച്ചെടുത്തിട്ട് നമുക്ക് അത്യാവശ്യം ഒന്ന് തിളച്ച് വരുന്നതായിട്ടുള്ള സമയത്ത് ഒരല്പം ഉപ്പ് കൂടി ചേർത്തിട്ട് നമ്മൾ തിളപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ, എന്നിട്ട് അരിച്ചെടുത്തിട്ട് കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒച്ചയടപ്പ് നമുക്ക് പെട്ടെന്ന് നമുക്ക് മാറ്റാനായിട്ട് പറ്റും. വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു ടിപ്പാണ് മുരിങ്ങയിലയുടെ ആ ഒരു ടിപ്പ്. ഒച്ചയടപ്പിന് വേണ്ടി മാത്രമുള്ളൊരു ടിപ്സാണത്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് മാത്രം നിങ്ങൾ ചെയ്ത് നോക്കുക. ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും അതിൻ്റെ റിസൾട്ട് കിട്ടുന്നതായിരിക്കും. അപ്പം ഈ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്ക് വാട്സപ്പ് ഗ്രൂപ്പുകളിലും അതുപോലെ ഫേസ്ബുക്കിലും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തൊരു ബെല്ലൈക്കൻ ഉണ്ട്, അതുകൂടി ഓൺ ആക്കിയിട്ട് കഴിഞ്ഞാൽ എന്നും നല്ല വീഡിയോസ് ലഭിക്കുന്നതായിരിക്കും. അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കണ്ടുമുട്ടാം. നിങ്ങളുടെ സ്വന്തം ലിജോ മലശ്ശേരി, നൗ സൈനിങ് ഔട്ട്. താങ്ക് യു.